വാർത്തകളിലേക്ക് പോയാൽ കാവേരി നദീജല തർക്കത്തിൽ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ കർണാടക മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് വെള്ളം വിട്ടു നൽകാനുള്ള ഉത്തരവ് പാലിക്കാത്തതിനെതിരെ തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിക്കും. കാവേരി നദീജല തർക്കം രാഷ്ട്രീയ വിഷയമായി കലങ്ങിമറിയുമ്പോൾ കേരളത്തിലെ മഴ ആശ്വാസമാകുമോ എന്നുള്ള കണക്കുകൂട്ടലിലാണ് കർണാടക. കനത്ത മഴയിൽ കാവേരി തടത്തിൽ ഉൾപ്പെട്ട ഹാരംഗി കബനി അണക്കെട്ടുകൾ നിറഞ്ഞു എന്നുള്ളതാണ് സാഹചര്യം. VR കാർത്തിക് വിവരം നൽകും. കാർത്തിക്, കേരളത്തിൽ മഴയുണ്ട്, അത് ഒരുപക്ഷെ ഗുണകരമായേക്കാം കർണാടകയ്ക്കെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഈ തർക്കം അത് രൂക്ഷമാണല്ലോ, രാഷ്ട്രീയമായി തന്നെയും കത്തി നിൽക്കുന്നു. എന്താണ് സാഹചര്യം? സർവകക്ഷി യോഗം എപ്പോൾ ആരംഭിക്കും? എൽദോ, കർണാടകയ്ക്ക് കുടിവെള്ളം, തമിഴ്നാടിന് കാർഷിക ആവശ്യങ്ങൾക്കുള്ള ജലം, കാവേരി നദിയുമായി ബന്ധപ്പെട്ടുള്ള ഈ തർക്കം വർഷങ്ങളായി നിലനിൽക്കുന്നതാണ്. ഇപ്പോഴത്തെ പുതിയ തർക്കത്തിലേക്ക് നയിച്ചത് ജൂലൈയിൽ കാവേരി വാട്ടർ റെഗുലേറ്ററി കമ്മിറ്റിയുടെ ഒരു ഉത്തരവാണ്. അതായത് ജൂലൈ 29 മുതൽ 15 ദിവസം തുടർച്ചയായി ദിവസേന തമിഴ്നാടിന് 3500 ക്യൂസെക്സ് വെള്ളം നൽകണം എന്നാണ് കാവേരി റെഗുലേറ്ററി കമ്മിറ്റിയുടെ ഉത്തരവ് ഉണ്ടായിരുന്നത്. എന്നാൽ കർണാടകയാകട്ടെ അവിടെ മഴക്കുറവും വരൾച്ചയും കാരണം ഈ വെള്ളം വിട്ടു നൽകാനാകില്ല എന്ന നിലപാടിലാണ്. ഇത് കർണാടകയിലും തമിഴ്നാട്ടിലും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് നിലവിൽ. കർണാടകയിൽ ആ പശ്ചാത്തലത്തിലാണ് ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. നേരത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയെ ചർച്ചയ്ക്കായി ക്ഷണിച്ചിരുന്നുവെങ്കിലും വലിയ പ്രതിഷേധങ്ങളെ തുടർന്ന് ഈ ഉഭയകക്ഷി ചർച്ച പിന്നീട് റദ്ദാക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് 13-ന് വിവിധ കന്നഡ സംഘടനകൾ അവിടെ ബന്ധും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രാഷ്ട്രീയ വിഷയമായി കാവേരി നദീജല തർക്കം കർണാടകയിൽ മാറിയിരിക്കുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ സർവകക്ഷി യോഗം നിർണായകമാകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ വസതിയിലാണ് യോഗം. ഒരു തരത്തിലും തമിഴ്നാടിന് വെള്ളം വിട്ടു നൽകാൻ തയ്യാറല്ല എന്ന നിലപാടിലാണ് കർണാടകയിലെ വിവിധ സംഘടനകൾ ഉള്ളത്. അവർ വലിയ പ്രതിഷേധത്തിലുമാണ്. ഈ പശ്ചാത്തലത്തിൽ നിലവിലെ കമ്മിറ്റിയുടെ ഉത്തരവ് മറികടക്കാൻ തുടർ നടപടികൾ എന്താകും എന്ന് ചർച്ച ചെയ്യാനാണ് ഈ യോഗം. BJP ഈ യോഗത്തിൽ പങ്കെടുത്തേക്കില്ല. എന്നാൽ ജനതാദൾ അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ജലം വിട്ടു നൽകാനാകില്ലെന്ന അഭിപ്രായം പൂർണ്ണമായും ഉന്നയിക്കാനാണ് സാധ്യത. തമിഴ്നാടാകട്ടെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലുമാണ്. റൈറ്റ്, VR കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്.